പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, വിശുദ്ധ നോമ്പിൻ്റെ 7-ാം ദിവസത്തെ ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും ചിന്തയും ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ കൂടിയാണ് നമ്മുടെ ശ്രദ്ധ ഇവിടെ ആകർഷിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി 2ാമത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. കാനാവിൽ വെച്ച് നടക്കുന്ന സംഭവം. ഇവിടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് രാജവൃദ്ധൻ ഓടി വരികയാണ് ചെയ്യുന്നത്. എൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി എന്നോടൊപ്പം വരുവാൻ ആവശ്യപ്പെടുകയാണ്. രാജവൃദ്ധൻ്റെ ആഗ്രഹത്തോടനുസരിച്ച് കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് അവനോട് തിരിച്ച് നിന്റെ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നു. നിരാശനായിട്ട് ഉള്ള ഒരു രാജവൃദ്ധനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത്, രാജവൃദ്ധൻ തൻ്റെ പദവിയെ ഉപേക്ഷിച്ച് വളരെ വിനയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 2ാമത്, കഫർനൗമിൽ നിന്ന് കാനാവിലേക്കുള്ള ദൂരം താണ്ടി തൻ്റെ മകനെ സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ഈ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് താൻ കേട്ടിരിക്കുന്നു. കേൾവി വിശ്വാസത്തിലേക്ക് നയിച്ചു. വിശ്വാസം അവനെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്തു. ആ ഒരു ശ്രേഷ്ഠതയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിൻ്റെ വചനം, കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാകുന്നു. ആ ദൈവികമായ ധ്യാനത്തിലും ആ ദൈവികമായ ദാനത്തിലും പൂർണ്ണമായി ആശ്രയിക്കുവാനും ആ ആശ്രയത്തിൽ കൂടി ഈ നോമ്പുകാലം ഏറ്റവും ധന്യമായി തീരുവാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ആ ധന്യമായ അവസരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ കൂടി നമ്മൾ പോകുമ്പോൾ കാഴ്ചയാലല്ല, മറിച്ച് വിശ്വാസത്താലാകുന്നു എൻ്റെ യാത്ര ഞാൻ പൂർത്തീകരിക്കുന്നത്. കുരിശിലേക്കുള്ള യാത്ര, കുരിശിലേക്കുള്ള എൻ്റെ ധ്യാനം, കർത്താവിലേക്ക് ഞാൻ എന്നെ തന്നെ ആകർഷിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ഈ നോമ്പുകാലം ഞാൻ നിർവഹിക്കുവാനും പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.